ഹലോ പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഈ ചെടിയാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ചെടി. സാധാരണ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളമായി. പേര് പറയുന്നത് പോലെ തന്നെ ഒരു കടലയുടെ രുചിയാണ് ഈ പഴത്തിന്. ഈ ചെടിയുടെ പഴത്തിന് പ്രത്യേകമായിട്ട് ഒരു രുചിയുണ്ടെന്ന് പറയാനും പറ്റില്ല. ഏതായാലും ആൾ വിദേശിയാണ്. നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ കാലാവസ്ഥയിലും നല്ല രീതിയിൽ തന്നെ വളർന്ന് ഫലം തരുന്ന പീനട്ട് ഫ്രൂട്ട് ചെടിയെ വിദേശികളാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. വലിയ ഒറ്റ ഇലകളാണ് ഇതിൽ ഉള്ളത്. ഇതിന് അധികം വലിപ്പം വയ്ക്കാത്ത ഒരു തരം ചെടിയാണ്. വിദേശ പഴങ്ങൾ താരങ്ങളാകുന്ന ഈ കാലത്ത് പീനട്ട് ബട്ടർ ഫ്രൂട്ടും നമ്മുടെ നഴ്സറികളിൽ സുലഭമായി വിൽപ്പനയ്ക്കുണ്ട്. ഇപ്പോൾ സാധാരണ ചില വിദേശ പഴങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവ സലാഡ്, കറികൾ എന്നിവയിലും ചേർക്കും. പഴുത്തു കഴിഞ്ഞാൽ പഴമായിട്ട് കഴിക്കാവുന്നതുമാണ്. അതേപോലെ തന്നെയാണ് പീനട്ട് ബട്ടർ. മൂപ്പെത്തുന്നതിന് മുമ്പ് കറി ഉണ്ടാക്കുവാനും ഉപയോഗിക്കാം. ഇത് മഞ്ഞ കലർന്ന ചുവപ്പ് നിറമുള്ള കായ്കൾ നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ കടും ചുവപ്പ് നിറമായി തീരുന്നു. ഇതിൻ്റെ വിത്ത് ഇതിൻ്റെ കായ്ക്കുള്ളിൽ നിന്ന് എടുത്താണ് ഇത് നമ്മൾ ചെടികളായിട്ട് പാകി കിളിപ്പിച്ചെടുക്കുന്നത്. 1 വർഷം നന്നായി പരിചരണത്തിന് ശേഷം തൈകൾ പറിച്ച് നടാം. നമുക്ക് ജൈവ വളം, ചാണകം, കമ്പോസ്റ്റ് എന്നിവയിട്ട് പരുവപ്പെടുത്തി മണ്ണിൽ 2 അടി ആഴത്തിൽ ചതുരത്തിൽ ഒരു കുഴിയെടുത്ത് ചെടി നട്ടു കൊടുക്കാവുന്നതാണ്. ഡ്രമ്മിലോ ചാക്കിലോ പോലുള്ള ഇടങ്ങളിലും ഈ ചെടി വളർത്താൻ പറ്റും. ജൈവവളങ്ങളും വെള്ളവും നൽകി പരിചരിച്ചാൽ ഇവ 3 വർഷത്തിനുള്ളിൽ തന്നെ ഫലം നമുക്ക് നൽകി തുടങ്ങും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.